അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും.
അങ്ങനെ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും? മാതാവിൻ്റെ പുറകെ നടക്കണമെന്നറിയാമോ? ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല. മാതാവിനെ തൊടണ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിലുണ്ടല്ല. ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാവിനെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. എന്താ കാര്യം? എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ്. കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല. ക്രിസ്തുവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കിട്ടാനില്ല. സിമ്പിളാണ്, അതേസമയം തന്നെ മീനിങ് അതിനെ പ്രാക്ടിക്കലാണ്. പുരുഷൻ്റെ ചുവട് വരെ ഈ സംഭവം പോകും, തലകറങ്ങി വീഴാതെ പോകും. അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ. ഇതൊരു വല്ലാത്ത സംഭവമാണ്. പിശാചത്തെ അവയെ തളർത്താൻ ആദ്യം ചെയ്യണ മാതാവിനെ തുടയുള്ളൂ. എന്താ കാര്യം? ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവരാദ്യത്തെ ഡിസൈപ്പിളാണ്. അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. പൗലോസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയണത്, എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നത് തന്നെയാണ്. അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട്. മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല, രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. നമ്മൾ സകരക്ഷകെന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ അതല്ലല്ലോ. അത് ആദിമസഭ എന്താ അനുഭവിച്ചത്? പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല. കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ദൈവം അവൻ്റെ പേരിലാണ് പ്രസാദിച്ചത്, അവൻ്റെ നാമത്തിലാണ് കൃപ. അപ്പോൾ സർവകൃപാവരങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാൻ, മാതാവിനെ നിഴൽ നിർത്താൻ ആരും നോക്കരുത്. നോക്കിയാൽ യു വിൽ മിസ് ജീസസ്. നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു 4 പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ആര്? അമ്മ നിന്നുകൊണ്ട് നിന്നതല്ലേ. അമ്മ എന്നൊരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഹിതം നിറവേറ്റി, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്ന വരെ അമ്മ അപ്പാടെ വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ്. അവരാണ് സ്വർഗാരൂപിതരായി. ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം. അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ റൈറ്റ് ചെയ്യത്തില്ല. അതാണ് കാനാ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് കൃപാസനത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസനത്തിൽ വരണത്? അമ്മ എന്ന 2 അക്ഷരങ്ങളാണ്. പേര് നീതു മോഹനൻ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 30/3/2024 അപ്പം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, 1 വർഷമായിട്ട് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ശ്വാസം മുട്ടലായിട്ടല്ല,
ഭയങ്കര സഫോക്കേഷൻ, ഇടയ്ക്കെല്ലാം അങ്ങ് ബ്രീത്ത് ശരിയല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഞാൻ പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കണ്ടു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം നോർമലി വരുന്നത് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒക്കെയാണ്. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഗ്യാസ്ട്രോയെ പോയി കണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഡ്യൂട്ടി ടൈമിൽ പോയി ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ അസിഡിറ്റി കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിനക്ക് ആ ഒരു സഫോക്കേഷൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളും തന്നു. അങ്ങനെ ആദ്യം ഞാൻ 1-2 ആഴ്ച അത് കഴിച്ചു. അത് കഴിച്ചിട്ട് എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവരെന്നോട് പറഞ്ഞു, എടി ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുവാണെങ്കിൽ അത് ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള കേസുകളല്ലേ വരുന്നത്, നീ ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, പൾമണോളജിസ്റ്റിനെ കാണിച്ചു, ഗ്യാസ്ട്രോയിനെ കാണിച്ചു. ഇവരെല്ലാം കുറേ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ, ECG, PFT, എക്കോ, എൻഡോസ്കോപ്പി, ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇതുപോലെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇവർ തന്ന മരുന്നുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിനടുത്ത് ഞാനിങ്ങനെ കഴിച്ചു. അപ്പം ഈ മരുന്ന് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്ത ഫാർമസിയിലാണ് ഞാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് നീ എന്തിനാ ഇത്രയും മരുന്ന് കഴിക്കുന്നത്, നിൻ്റെ കിഡ്നി പോകത്തില്ലേ നീ ഇത്രയും മരുന്ന് കഴിച്ചാലെന്ന്. ലാസ്റ്റ് ഞാൻ അവിടുത്തെ മരുന്ന് നിർത്തി ആയുർവേദം നോക്കാമെന്ന് വെച്ച് പോയി. ആയുർവേദത്തിൻ്റെ അവിടെ ചെന്ന് അവർ കുറച്ച് ലേഹ്യവും അരിഷ്ടവും ഇതൊക്കെ തന്നു. അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ ഞാൻ കഴിച്ചു. ഭക്ഷണത്തിലൊക്കെ ക്രമമൊക്കെ വരുത്തി കഴിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ കഴിഞ്ഞില്ലേ ജീവിതം ഭയങ്കര എന്താ പറയുന്നത്, നരകിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ്. അതായത് 1 വർഷം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് നടന്നു. വീട്ടിൽ പറയുമ്പം അവർ പറയും, മോനെ നീ മരുന്ന് കഴിക്കുക, നീ പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാം ശരിയാവും, നീ മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല. ലാസ്റ്റ് എല്ലാവരും ഫൈനലി പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണല്ലോ. അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഗ്യാസ്ട്രോയിനെ കാണിച്ചു. പോയപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് പോയത്. അവർ നേരെ കണ്ടിട്ട് റിപ്പോർട്ടിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല, നിനക്ക് ആ അസിഡിറ്റിയുടെ കൂടുതലും കൊണ്ടാവാം നിനക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നതെന്ന് അവർ പറഞ്ഞു. അവർ മെഡിസിൻ തന്ന് എന്നെ വിട്ടു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഫൈനലി നമ്മൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണല്ലോ, എന്നിട്ട് പോലും അവിടെ കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവിടെ വെളിയിൽ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ തിരിച്ച് സങ്കടത്തോടെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ പടി ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചേച്ചി എൻ്റെ നേർക്ക് വന്ന് ഈ കൃപാസനത്തിലെ പത്രം തന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനം എന്ന് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ കൃപാസനം ഒന്ന് വായിച്ചു, മാതാവിൻ്റെ ഒരു രൂപവും കണ്ടു. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, നിങ്ങളെ ആർക്കും മാതാവിന് വേണ്ട, എൻ്റെ മതി മാതാവിന്. അത് ആ ചേച്ചി എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പത്രം കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് അടുപ്പിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ട് കിടക്കുന്ന ഇടയിൽ കൃപാസനത്തിൽ സാക്ഷ്യം കയറി വരുന്നു. ഒരു സാക്ഷ്യം കണ്ടു, വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാനത് നോക്കാൻ പോയില്ല. പിന്നെ ഇത് എന്നും ഡെയിലി ഡ്യൂട്ടിക്ക് പോവും. ഡ്യൂട്ടിക്ക് ബുദ്ധിമുട്ടും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം കടന്നു പോകണ്ടേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കടന്നു കൊണ്ടുകൊണ്ട് ജോലി ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാം. അപ്പം പുറയുന്ന ഒരു ചേച്ചി എന്നെ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പത്രം തന്നു. ഞാൻ സങ്കടത്തോടെ പോകുന്നു. നോക്കിയപ്പം കൃപാസനത്തിലെ പത്രം. അപ്പോൾ ആ ചേച്ചി ഞാൻ ഇറങ്ങുന്ന ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെന്തോ കൃപാസനം, ഇത് റിപ്പീറ്റായിട്ട് എനിക്ക് കൃപാസനം എന്നുള്ള ഒരു ഇതാണല്ലോ വരുന്നത്, അപ്പോൾ അതെന്തോന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ, ഇവിടെ കലവൂരിലെ മാതാവിൻ്റെ ഒരു പള്ളിയാണ്, അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒത്തിരി സൗഖ്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും ധൈര്യമായിട്ട് നീ അവിടെ പള്ളിയിൽ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കുക, ഇത്രയും അസുഖങ്ങളൊക്കെ ഭേദമാക്കുന്ന മാതാവിൻ്റെ നിൻ്റെ കാര്യം എളുപ്പം മാറ്റാൻ കഴിയുന്നതല്ല, നീ ടെൻഷൻ ആകണ്ട. ആ ചേച്ചി എനിക്കൊരു വിശ്വാസം തന്നെ. എന്നിട്ട് ചേച്ചി എൻ്റെ നമ്പർ വാങ്ങിച്ച് ഇവിടുത്തെ പ്രാർത്ഥനകൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് വാട്സപ്പ് വഴി ചെയ്യുമായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് ആ ഉടമ്പടിക്കാരെയൊക്കെ എങ്ങനെയാണെന്നിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരു പേപ്പറിൽ, എനിക്കറിയത്തില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ 6 നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് ആ പത്രപേപ്പറത്തിൽ കണ്ട മാതാവിൻ്റെ അടുത്ത്, എനിക്ക് വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു ഹിന്ദുവാണ്, അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചി ഇന്ന് സാക്ഷ്യം അയച്ചു തരും. പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി, ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് എനിക്ക് എന്തുകൊണ്ട് അത്ഭുതം സംഭവിച്ചുകൂടാന്നായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ചേച്ചി സത്യം പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്ന പോലെ ഞാൻ വിളിക്കും. കാരണം ചേച്ചി എന്നാ പോകുന്നത് ചേച്ചി, കാരണം ഞാൻ പത്തനംതിട്ടയിൽ എനിക്ക് ഇങ്ങ് വരെ വരിക എന്ന് വെച്ചാൽ അത്ര പോസിബിൾ അല്ല. ഒരു ദിവസത്തെ പോക്ക് വരവാണ്. പൊടി കുഞ്ഞുണ്ട്,
അപ്പോൾ അവൾക്ക് അന്ന് 1.5 വയസ്സ് 2 വയസ്സേ ഉള്ളൂ. അപ്പം പാടായിരുന്നു ഇപ്പോൾ പോക്ക് വരെ. അപ്പോൾ എനിക്ക് വഴി അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് വീട്ടിലിങ്ങനെ അതുപോലെ ഞാൻ കുറേ ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് സൈറ്റിലൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ബോധ്യം, ദൈവമേ മാതാവ് എന്നെ ഡയറക്റ്റ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോകുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം അച്ഛനും അമ്മ ഇരിക്കുക അവരോട് പറഞ്ഞു, അമ്മ ഇതുപോലെ കലവൂര് ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് കൃപാസനം, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും വീട്ടിൽ ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, മോനെ നീ മരുന്ന് കഴിക്കുക, മാതാവില്ലേ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ, നീ പ്രാർത്ഥിക്ക്, നിനക്ക് മാറും, നീ പ്രാർത്ഥിക്ക്. നമുക്കല്ലേ അറിയത്തുള്ളൂ. 1 വർഷമായിട്ട് ശ്വാസം നേരെ ജോലി എടുക്കാൻ പറ്റാതെ ഡ്യൂട്ടിയും ചെയ്ത് നേരെ ജോലി ഉറക്കം പോലും 1 വർഷമായിട്ട് പോയിരിക്കുക. ഒത്തിരി സങ്കടമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ ആര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സങ്കടം കണ്ടപ്പം അമ്മ പറഞ്ഞു, സങ്കടപ്പെടേണ്ട, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ആഴ്ച ഒരു ഓഫാണ് കിട്ടുന്നത്. ആ ഓഫിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു, എടി കോട്ടയത്ത് ഒരു പള്ളിയുണ്ട്, അത് കൃപാസനമാണെന്ന് തോന്നുന്നു, നമുക്കന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയും ഞാനിവിടെ ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ തലേന്ന് ഞങ്ങൾക്ക് 2 പേർക്കും വഴി അറിയത്തില്ലല്ലോ. ഞാൻ നെറ്റിൽ നോക്കി ഈ കോട്ടയത്ത് ഏതാ കൃപാസനം ഉള്ളതെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പള്ളിയെ അവിടെ കാണുന്നില്ല, വേറെ കുറേ പള്ളിയുടെ ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കോട്ടയത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ ഈ കൃപാസനം നടിക്കും മുഴുവൻ ആലപ്പുഴയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ആലപ്പുഴയിൽ ഇവരെ കോട്ടയത്ത് കൊണ്ടുപോകാമല്ലോ എന്നുള്ള, അപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം അടുത്താണ് എന്നുള്ള ഇതിലിരിക്കുക. അപ്പം പിന്നെയും പോയി ഞാൻ പറഞ്ഞു, അമ്മ ഇത് കോട്ടയത്തല്ല, ഇത് ആലപ്പുഴയിലുള്ള പള്ളിയാണ്, നമുക്ക് ആലപ്പുഴയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും, നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, നീ പൊടിക്കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അങ്ങ് വരെ പോകുന്ന പോസിബിൾ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് ദേഷ്യമായിപ്പോൾ. ഞാൻ പറഞ്ഞു, ആരും വരണ്ട, ഞാൻ തന്നെ പൊക്കോളാം, മാതാവ് കാണും തുണയായിട്ടെന്ന് പറഞ്ഞു. എൻ്റെ വാശി കണ്ടിട്ട് അമ്മ ലാസ്റ്റ് സമ്മതിച്ചു. അമ്മ പറഞ്ഞു, നമുക്ക് രാവിലെ പോവാം, ഇതുപോലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അവസാന പ്രതീക്ഷയായി, ഇത്രയും ഡോക്ടേഴ്സിനെ കാണിച്ചു, ആരും കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല, എത്ര കാലം ഇങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു സങ്കടം. തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ പൊടിക്കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ വരുന്നത്, ഇത്രയും ദൂരെ വരുന്നത്, എൻ്റെ അമ്മയ്ക്ക് വഴി അറിയത്തില്ല, എനിക്കും വഴി അറിയത്തില്ല, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. ഈ ഒരു വാക്ക് പറഞ്ഞോളൂ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചേച്ചി കൃപാസനമെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ ചെവിയല്ല ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു, അമ്മ ഒരു ചേച്ചി കൃപാസനമെന്ന് അമ്മയെ പറഞ്ഞു പോയെന്ന്. ഞാൻ പുറകെ പോയി ചേച്ചിട്ട് ഞാൻ വിളിച്ചു, ചേച്ചി നിങ്ങൾ എവിടെ പോകാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മോളെ ഞങ്ങൾ കൃപാസനത്തിൽ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ പോകണോ? പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ പോവല്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ആദ്യമായിട്ട് പോകണം, എനിക്ക് വഴി അറിയത്തില്ല, ഞങ്ങളിവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ഒരു 5 മിനിറ്റായി കാണും, ഒരമ്മ കയറി വന്നു. ഒരു 55 വയസ്സുണ്ട്, 55-60 വയസ്സുണ്ടാകത്തുള്ളൂ. അമ്മ വന്നിട്ട് ഡയറക്റ്റ് ഒരു പരിചയമില്ലാത്ത ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കൃപാസനത്തിൽ പോവാണോ, ഉടമ്പടി എടുക്കാൻ പോവാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഉടമ്പടി എടുക്കാനല്ല പോകുന്നത്, പക്ഷേ കൃപാസനത്തിലാണ് പോകുന്നത്. എന്നിട്ട് അവർ വീണ്ടും റിപ്പീറ്റ് പറയുക, അതായത് ഞാൻ വരുന്ന ദിവസം എന്ന് വെച്ചാൽ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയാണ് വരുന്നത് 2024. അവർ പറയാ, ദുഃഖവെള്ളി ദുഃഖശനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഉടമ്പടിയും ധ്യാനം ഒന്നുമില്ല, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, മടങ്ങി പോകേണ്ട, മാതാവിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞ് അവരങ്ങ് പോയി. ഒരു പരിചയമില്ലാത്ത ആളാണ്. എനിക്ക് അപ്പോഴും ഓർത്തതേമേ ഇതാരും ഇങ്ങനെ വന്ന് പറയാം, നമുക്കൊരു പരിചയമില്ല, അവർക്കും പരിചയമില്ല, എനിക്കും പരിചയമില്ല. എന്നിട്ട് ഭയങ്കര സങ്കടമായി. ഇവിടെ വന്നപ്പം ഭയങ്കര സങ്കടം. ഒന്ന് സന്തോഷമുണ്ട്, കാരണം മാതാവിനെ കാണാൻ പറ്റിയല്ലോ. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ ഉടമ്പടിയില്ല, ഞാൻ എല്ലാത്തിലും പ്രിപ്പയർഡായിട്ട് വന്നേ ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഇവിടെ വന്ന് ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് നീയെങ്കിലും എന്നെ കൈവെടിയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാതാവിൻ്റെ ഇവിടെ ഓരോ ബോർഡൊക്കെ വായിച്ച് അവിടെ ഉപ്പല്ല മണ്ണെടുക്കുന്ന ഇത് കണ്ടു. ഞാൻ ആ മണ്ണെടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉടമ്പടി എടുത്തവരോ ഉടമ്പടി പുതുക്കാൻ വന്നവരോ വേണം മണ്ണെടുക്കാമെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു, പക്ഷേ ഇന്ന് ഉടമ്പടി ഇല്ല. അതുപോലെ തന്നെ മണ്ണെടുക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു. പൊട്ടിക്കറി ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിനറിയാം, ഞാനിവിടെ എടുത്തത് മാതാവിനറിയാം, ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതാണ്, അതുമൊക്കെ മാതാവിനറിയാം, അപ്പം മാതാവ് എന്നോട് അങ്ങ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. ആ മണ്ണെടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൗണ്ടറെ വിളിച്ച് പറയാം, ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2 വരുവാന്ന്. അതായത് 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ല, ഉടമ്പടി ഇല്ല, ധ്യാനവും ഇല്ല. അങ്ങനെ ഇടുന്നിടത്ത് ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2 വരും. അപ്പം തന്നെ എനിക്ക് വിശ്വാസമായി, കാരണം മാതാവ് എന്നെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഉടമ്പടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് ഇൻഹേലർ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും അത് എടുത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ആവും.
പക്ഷെ അന്ന് വന്ന ദിവസം ഞാൻ ആ ഇൻഹേലർ നമുക്ക് കിട്ടുന്ന ഉടമ്പടിയുടെ കൂടെ കിട്ടുന്ന ആ തൈലും അതിൻ്റെ കൂടെ ഒരു ബോക്സിൽ വെച്ചിങ്ങനെ ആ ഇൻഹേലറും അതിൻ്റെ കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, മാതാവേ ഇനി ഈ ഇൻഹേലർ എൻ്റെ കൈ തൊടിക്കാൻ നീ അനുവദിക്കല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്തു തുടങ്ങി. 3-4 ദിവസം പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറയും, മാതാവേ ഇത് മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞാണല്ലോ ഞാൻ ഈ പത്രം കൊടുക്കുന്നത്, എനിക്കൊരു അനുഭവം തന്നുകൂടെ, എനിക്ക് മറ്റുള്ളവരിൽ പത്രം എത്തിക്കുമ്പം എൻ്റെ കാര്യം പറഞ്ഞു വേണം എനിക്ക് പത്രം എത്തിക്കാമെന്ന് പറഞ്ഞു. ഒരു 8-9 ദിവസമായപ്പോൾ എനിക്കറിയത്തില്ല, പെട്ടെന്നുണ്ടായ മാറ്റം, എനിക്ക് ആ ഒരു സഫോക്കേഷൻ മാറി തുടങ്ങി. പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം ഞാൻ 1-1.5 വർഷം ആവുന്നു, ഇതുവരെ ആ ഇൻഹേലർ എടുക്കേണ്ടേ വന്നിട്ടില്ല. ആ സഫോക്കേഷൻ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാതാവ് മാറ്റിത്തന്നു. പിന്നെ ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ വെളിയിലോട്ട് ജോലി നോക്കാഞ്ഞ കാര്യം ഈ ബുദ്ധിമുട്ട് കാരണം എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടിയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും അറിയാവുന്നവരെല്ലാം എന്നോട് വന്ന് ചോദിക്കും, പിള്ളേരെ നിങ്ങളെ BSc നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് നാട്ടിലെ ഇത്രയും കിട്ടുന്ന സാലറിക്ക് നിങ്ങൾക്ക് എന്തോ ആകാനാണ്, നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നോക്കുന്നുണ്ട് ആൻറ്റി, അല്ല നോക്കുന്നുണ്ട് അങ്ങളെ എന്നൊക്കെ പറഞ്ഞു വിടും. ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ടില്ല, കാരണം ഈ ബുദ്ധിമുട്ട് കാരണം പേടിയാണ് പോകാൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററെ വിളിച്ചു. അവൾ ബഹ്റിനിൽ അവൾ സെറ്റിൽഡാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇതുപോലെ ബഹ്റിൻ ഡിഫൻസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുക, അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ട് ഇതിൻ്റെ പഠിക്കക്കൂടെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം നിന്നോടെ ഈ റിസൾട്ട് വന്ന് പറയത്തുള്ളൂ, ഇൻ്റർവ്യൂ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്നിടത്ത് എവിടെ പോയാലും എൻ്റെ കൂടെ പത്രവും കാണും, ഉപ്പും കാണും, തേനും കാണും. പോകുന്നിടത്ത് ഇൻ്റർവ്യൂവിന് പോയെടുത്ത് അവിടെ എല്ലാ പിള്ളേർക്കും പത്രവും കൊടുത്തു. പിന്നെ അവരോട് പറഞ്ഞു മാതാവിൻ്റെ കാര്യങ്ങൾ, എന്നിലുണ്ടായ അത്ഭുതങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു 7 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമല്ല പള്ളിയിൽ പോയിട്ട് നമുക്കൊന്ന് പോയേക്കാന്ന് വെച്ച് ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പം വരുന്ന വഴിക്ക് ഫോണിലോട്ട് മെസ്സേജ് വരുവാണ്, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞിരുന്ന മാതാവേ ഫസ്റ്റ് ഇതിൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് ഞാൻ നിന്നോടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വീട്ടിലാരെയും വിളിച്ചില്ല. ബസ്സിൽ ഇരുന്നപ്പോഴേ ഈ മെസ്സേജ് വന്നാൽ ഡയറക്റ്റ് ഇവിടെ വന്നു, മാതാവിനോട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പാസ്സായെന്ന് പറഞ്ഞു. ഈ പോകുന്നതിന് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ പോകുന്നതിന് ഒരു 4-5 ലക്ഷം രൂപ നമുക്ക് മുടക്കുണ്ട്. അപ്പം നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കഷ്ടകാലത്തിന് ഒരിടയ്ക്ക് ഒരു മുടക്ക് വന്നു, കിട്ടത്തില്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പേപ്പർ നമ്മുടെ ബഹ്റിൻ ഡിഫൻസ് എത്തിയാലേ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഈ പേപ്പർ കിട്ടും, അത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പേപ്പർ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതെൻ്റെ ഇങ്ങനെ മുടക്ക് വരുന്ന മാതാവ് തന്ന ജോലിയല്ലേ എന്നൊക്കെ ഓർത്തു. അപ്പോൾ തലേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഡേറ്റ് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഇന്ന് വൈകിട്ട് എഴുതി പ്രാർത്ഥിച്ചു വെച്ചു, മാതാവേ നാളെ വൈകുന്നേരം, ഒരാഴ്ച കഴിഞ്ഞു, നാളെ വൈകുന്നേരം 5 മണിക്കിപ്പുറം എൻ്റെ ഈ പേപ്പർ ബഹ്റിനിലെത്തിയെന്ന്, ഡിഫൻസിലെത്തിയെന്ന് ഒരു മെയിൽ എനിക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതറിയുന്നത്. നൈറ്റ് കഴിഞ്ഞപ്പോൾ ലോണ് ശരിയാകത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. തകർന്നു പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഒത്തിരി പ്രതീക്ഷയില്ല, മാതാവ് തന്ന ജോലിയല്ലേ, വലിയ ആഗ്രഹത്തിലിരുന്നതാണ് ജീവിതം എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ള രീതിയിൽ. വീട്ടിൽ വരുന്ന നൈറ്റും കഴിഞ്ഞ് വരുന്ന കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ ലോണ് ശരിയാകത്തില്ല, അതുപോലെ എൻ്റെ ആ പേപ്പർ എത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സങ്കടപ്പെട്ട് എവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നാലും വരുമ്പോൾ 9 മണിയൊക്കെ ആവുമായിരിക്കും വീട്ടിൽ. എന്നാ പറഞ്ഞാലും രാവിലത്തെ 5:30 ചെല്ലേണ്ട പ്രാർത്ഥന ഞാൻ 10 മണിക്ക് എനിക്ക് ചൊല്ലുന്നത്. പ്രെയർ ചെയ്തിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. കിടന്ന് ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് വീട്ടുകാരാകെ സങ്കടത്തിലായി. 2-2:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറയാം, ഭയങ്കര ഹാപ്പിയായിട്ട് വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്, ഞാൻ ആകെ തകർന്ന് നിൽക്കുമല്ലേ, എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. അപ്പം പറഞ്ഞു, നിനക്ക് സന്തോഷിക്കാൻ 2 ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ചേട്ടായി. അപ്പം പുള്ളി പറഞ്ഞു, നിൻ്റെ ആ ഒരു പേപ്പർ ബഹ്റിൻ ഡിഫൻസിൽ പേപ്പർ ഇന്ന് 2:30 ആയപ്പോൾ അവിടെ എത്തിയെന്ന് ചേട്ടാക്ക് മെയിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ എനിക്ക് ആ പേപ്പർ അവിടെ ചെല്ലണമെന്നാണ് ഞാൻ പ്രത്യേകം. മാതാ വന്ന് 2:30 എൻ്റെ പേപ്പർ എത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ 4 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന PF 86,000 രൂപ, ഞാൻ പൈസയ്ക്ക് വേണ്ടി കരഞ്ഞ ദിവസം ഇവിടെ പോകാനായിട്ട് 86,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് ഇത് മെസ്സേജ് വന്നിരിക്കുന്നു. എനിക്ക് പിന്നെ അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പർ എടുത്ത് ചേട്ടാ ഇത് കണ്ടോ, ഞാൻ തലേന്ന് എഴുതി വെച്ച ഒരു കാര്യം, പൈസയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞ ദിവസം മാതാവ് ആ കൃത്യം ഡേറ്റിൽ എനിക്ക് 86,000 രൂപ എത്തിയെങ്കിൽ ഞാൻ 2.5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചത്.
86,000 എത്തിക്കുമെങ്കിൽ ബാക്കി മാതാവ് കരുതിക്കോളുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി പ്രോസസ്സും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി. 2 ദിവസം കഴിഞ്ഞപ്പം ഈ ലോൺ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ച് വിളിച്ച് ലോൺ ഓക്കെ ആക്കിയും തന്നു. എനിക്ക് വേണ്ടതിലേറെ എടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ 86,000 രൂപ കിട്ടിയോണ്ട് അത് കുറച്ചെടുത്തത്. അങ്ങനെ ബാക്കി 3.5 മാസം കൊണ്ട് ഒരു തടസ്സവും കൂടെ സ്മൂത്തായിട്ട് പോയി എല്ലാ കാര്യങ്ങളും. 3.5 മാസം കൊണ്ട് എനിക്ക് ബഹ്റൈൻ ഡിഫൻസിൽ ജോലിക്ക് കയറാനായിട്ട് കഴിഞ്ഞു. ഞാനിവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് സാലറിയിൽ 3-4 ഇരട്ടി ഇപ്പം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് നാട്ടിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. എനിക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ NHR എക്സാം, അവിടുത്തെ ലൈസൻസ് എക്സാമാണ്, അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഒരു എക്സാം ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ പാസ്സാകാനായിട്ട് മാതാവ് സഹായിച്ചു. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വയറിലൊരു തടുപ്പ് വന്നു. അപ്പോൾ ഇതുപോലെ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർക്ക് ആകെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ നിന്നത്. ഒരു ചിരിച്ചോണ്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ മുഖമൊക്കെ അങ്ങ് മാറി. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്തോ ഇതിങ്ങനെ തടിപ്പാവുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ നേഴ്സുമാരോ ഒന്നാതെ. അപ്പം പിന്നെ അവർ പറഞ്ഞു, നീ ഇത് അൾട്രാസൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് അർജൻറ്റായിട്ട് ഒരു CT ചെയ്യണം, ബയോപ്സി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. നമ്മൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഒന്നും ആയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. പിന്നെ നമ്മൾ ഡിഫൻസിൽ വർക്ക് ചെയ്യുമ്പം ഇവർ ഔട്ട്സൈഡ് ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടൊന്നും എടുക്കത്തില്ല. അപ്പം ഗവൺമെൻറ് ആയതുകൊണ്ട് നമ്മളൊരു കൺസൾട്ടേഷന് തന്നെ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ ചെന്നു ഫസ്റ്റ് ആദ്യം തൊട്ട് തുടങ്ങി കൺസൾട്ടേഷൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു USG ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു CTയുടെ അതായത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിന് അറിയണമെങ്കിൽ എന്തോന്ന് അറിയണമെങ്കിൽ CT ചെയ്യണം, ബയോപ്സി ചെയ്യണം. ഈ CTക്ക് എനിക്ക് കിട്ടിയത് 1 മാസം കഴിഞ്ഞ ഒരു ഡേറ്റ് കിട്ടുന്നത്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഇതേ സെയിം ടൈം എൻ്റെ നാട്ടിൽ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവളെ ആൻറ്റിബയോട്ടിക് IV വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പനിയും കഫക്കെട്ടും കൂടി അവളെ അഡ്മിറ്റ് ആക്കി. ഞാൻ ആകെ അപ്പോൾ എൻ്റെ ചേട്ടായി ഇപ്പം ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി നാട്ടിൽ പോയി. അപ്പം ചേട്ടായിട്ട് പറഞ്ഞു, ചേട്ടായി പോയി ഉടമ്പടി എടുക്കുക, എന്നിട്ട് ഈ വിഷയം വെച്ചിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി നാട്ടിൽ വന്നു. ചേട്ടായി ഉടമ്പടി എടുത്ത് നേരെ വരുന്ന കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിലോട്ട്. കുഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ കിടക്കുന്നു ന്യൂമോണിയ ആയിട്ട്. അമ്മ 5 ദിവസം അഡ്മിറ്റ്. ഒരാളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, അടുത്ത ആളെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. വീണ്ടും അമ്മ 5-6 ദിവസം അഡ്മിറ്റ്. അമ്മ ഡിസ്ചാർജായി 6 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും കുഞ്ഞ് അഗെയിൻ അഡ്മിറ്റ്. അപ്പോൾ ഓട്ടൈറ്റിസ് മീഡിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തകർന്നു പോയി. കാരണം എനിക്ക് എൻ്റെ ഒരു വിഷയം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. അവരാകെ കുഞ്ഞിൻ്റെ ആ ഒരു ഇതും വീട്ടിലെ സാഹചര്യത്തിൽ അവരാകെ വിഷമിച്ചിരിക്കുമോ. എനിക്കാകെ പറയാനും കൂട്ടുമുള്ള അവിടെ അങ്ങ് മാതാവുണ്ട്. ഞാൻ കിടപ്പും കഴിവും എല്ലാം മാതാവിനെ എവിടെ പ്രാർത്ഥിക്കുന്നോ അവിടെ തന്നെ. കാരണം എനിക്ക് റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാനും എനിക്ക് പറയാനും എനിക്ക് മാതാവ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വീട്ടിൽ ഈ കാര്യം പറയാൻ പറ്റില്ല. അവരാകെ സങ്കടത്തിരിക്കുക, ഹോസ്പിറ്റലിൽ ആ ഒരു ഇഷ്യൂസായിട്ട് ഇരിക്കും. പക്ഷേ ഈ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും തൈലമൊക്കെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു. അങ്ങനെ ഇവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയായിരുന്നു, IV ലൈനൊക്കെ കിടക്കുമ്പോഴത്തേക്ക് മാതാവിൻ്റെ തൈലം തൂക്കമ്മേ മോന് വേദനയാണ് തൈലം തൂക്കുക ഈ IV ക്യാനിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം മാതാവെന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ട് പോലെ ഇവളെവിടെ കണ്ടാലും മാതാവിനെ കണ്ട ഫ്ലൈയിങ് കിസ് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ചേട്ടൻ തിരിച്ച് ഇതെല്ലാം കേസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ CT കൊണ്ടുപോയി ബയോപ്സി വിട്ട് മാതാവിനോട് ആദ്യം ബയോപ്സിയുടെ സാധനം 8-9 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിപ്പോർട്ട് കിട്ടുന്നത്. പക്ഷേ എൻ്റെ റിസൾട്ട് വീണ്ടും ലേറ്റ് ചെയ്തോ വേറെ എടുത്തോട്ടൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ ആകെ വീട്ടിൽ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാർക്കും ഭയങ്കര സങ്കടം. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ റിസൾട്ട് നോർമലാക്കി തന്നു. ഒരു കുഴപ്പമില്ല, അതൊരു ചെറിയൊരു ഇതാണ്, പേടിക്കേണ്ട ക്യാൻസർ. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ ഒരു ഓങ്കോളജിയോ ഒരു കീമോയോ അങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥ മാതാവേ നീ വരുത്തല്ലേന്ന്. കാരണം നമ്മൾ കാണുന്നതാണ് ഓങ്കോ പേഷ്യൻ്റെയൊക്കെ ഇഷ്ടംപോലെ പേഷ്യനെ കാണുന്നത്. കാരണം അവർ നരയിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നും ആയില്ല ജീവിതം. അപ്പം അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരു ഇത് സോൾവായി കിട്ടി. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ ഇത്രയും ദൂരമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ വരവ് നടക്കത്തുള്ള വിചാരിച്ച് ഞാൻ ആഴ്ചയിൽ വരുമായിരുന്നു. ആഴ്ചയിൽ വരും, പത്രം വായിച്ചുകൊണ്ട് പോകും. എല്ലാ ആഴ്ചയിലും വരും. ഒരു ഓഫ് കിട്ടി ആ ഓഫിന് ഇവിടെ ഞാൻ കാണും. അങ്ങനെ പത്രം പോകുന്ന വഴിക്ക് മുഴുവൻ കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും. പിന്നെ വഴി കാണുന്ന അമ്മമാർക്കൊക്കെ സങ്കടം നോയിട്ടുണ്ട്. അവർക്ക് ഫുഡിന് വേണ്ടി അവിടെ കൈ നീട്ടും. ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഒരു വൃദ്ധസാധനമുണ്ട്, അവിടെ 10-42 അപ്പൂപ്പനും അമ്മമാരുണ്ട്. അവരെ പോയി കാണും. ഇടയ്ക്കൊക്കെ അവർക്ക് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു.
പിന്നെ ഞാൻ ബഹറിനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ചേട്ടായി പത്രമൊക്കെ കൊണ്ട് തന്നായിരുന്നു. അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഏരിയ അല്ലല്ലോ. അവിടെ മാളുകൾ, ലുലു മാളും അവിടുത്തെ മാളുകളിൽ വെളിയിൽ ഞാൻ വെയിറ്റ് ചെയ്യും. അതായത് ഇവർ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കളഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഷെയർ ചെയ്യായിരുന്നു ഇവിടുത്തെ കൃപാസനത്തിലെ ധ്യാനവും പിന്നെ അതുപോലെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലായിട്ടൊക്കെ. ഇത്രയൊക്കെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 19-ാം തിരുവചനം. ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. നീതു മോഹനൻ്റെ വളരെ സ്നേഹത്തോടുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. നീതു വളരെ സങ്കടത്തോടുകൂടെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ഒരു ദുഃഖ ശനിയാഴ്ചയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ അമ്മയെ കാണാൻ ഓടി വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള വലിയ സങ്കടം. അതോടുകൂടി ഉടമ്പടി എടുക്കാനുള്ള പരിശുദ്ധ അമ്മ തന്നെ ആ ദിവസം, ഉടമ്പടി ഇല്ലാത്തൊരു ആ ഒരു ദിവസം, ദുഃഖ ശനിയാഴ്ചയുടെ ദിവസം തന്നെ അമ്മ തന്നെ വിളിച്ച് ഉടമ്പടി എടുപ്പിച്ച് സൗഖ്യം നൽകിയ, ഇൻഹെയിലർ ഉപയോഗം അന്ന് തന്നെ നിർത്തിക്കളഞ്ഞ ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം ഈ മകൾക്കുണ്ടായി. അതേ തുടർന്ന് സൗഖ്യവും എല്ലാ സംഭവങ്ങളും പരിശുദ്ധ അമ്മ ഈ മകളെ നയിക്കുകയായിരുന്നു. ഏതെല്ലാം സാഹചര്യത്തിലാണോ മകൾക്ക് ആവശ്യമായിരുന്നത് അവിടെയെല്ലാം സമയം ചുരുക്കി കൊടുത്ത് തൻ്റെ ജീവിതഭാരം മുഴുവൻ കുറച്ചു കൊടുത്തുകൊണ്ട് ബഹ്റൈനിലേക്ക് പോകുവാനും അവിടെ ജോലി ചെയ്യുവാനും തനിക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും കൃത്യസമയത്ത് ലഭിക്കുവാനും തൻ്റെ എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലെല്ലാം നെഗറ്റീവ് ആൻഡ് നോർമൽ റിപ്പോർട്ട് കാണിച്ചുകൊണ്ടെല്ലാം പരിശുദ്ധ അമ്മയും മകൾക്ക് എപ്പോഴും കൂടെ നിൽക്കുകയായിരുന്നു. ഇന്ന് നീതുവിന് മനസ്സിലായി, എനിക്ക് ഉടമ്പടിയില്ലാതെ പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. താനൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് മുൻപ് എനിക്ക് 5 മണിക്ക് മുൻപ് റിസൾട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ 2:30 അമ്മയുടെ സമയം വളരെ മുൻപ് തന്നെ ഈ മകൾക്കൊരു റിസൾട്ട് നൽകുന്ന വലിയൊരു അനുഭവം. പൈസയുടെ ആവശ്യം വന്നപ്പോൾ പെൻഡിങ്ങിലായിരുന്ന ആ PF കൃത്യസമയത്ത് തന്നെ ഒരു വലിയ എമൗണ്ട് മകൾക്ക് നൽകി. തൻ്റെ കുഞ്ഞിൻ്റെയും സൗഖ്യം എല്ലാം തന്നെ പരിശുദ്ധ അമ്മയാണ് ക്രമീകരിച്ചു കൊടുക്കുന്നത്. ഇന്ന് നീതുവിന് മനസ്സിലായി, എനിക്ക് ജീവിതത്തിൽ ഇനി ടെൻഷൻ അടിച്ചുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. കാരണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ സമയത്തിന് മുൻപ്, കാരണം അമ്മ സമയത്തിന് മുകളിൽ അധികാരമുള്ളൊരമ്മയാണ്. എല്ലാം സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും തന്നെ അമ്മ എനിക്ക് സാധിച്ചു തരുമെന്നൊരു വലിയ ഉറപ്പ് ഇന്ന് ഈ നീതുവിന് ഉണ്ടായിരിക്കുകയാണ്. ഈ മകളുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നാം കേട്ടു. ലുലു മാളിൽ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഈ മകൾ ഇവിടുത്തെ കൃപാസനം പത്രം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം ചിലരെല്ലാം വളരെ ബാധ്യതയായ അല്ലെങ്കിൽ ഒരു വിഷമത്തോടുകൂടിയെല്ലാം പറയുമ്പോൾ നീതുവിന് ഇന്നതൊരു വലിയ ഉത്സാഹമാണ്. കാരണം എത്ര പത്രം ഞാൻ കൊടുത്തു അത്രയധികം ആളുകളിലേക്ക് ഈശോ എത്തിക്കഴിഞ്ഞുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ മകൾക്ക് കൈമാറാനുള്ളത്. നമ്മുടെ ഓരോ ഉടമ്പടി ജീവിതത്തിലും ഓരോ ഉടമ്പടി പ്രാർത്ഥനകളിലും അനേകായിരം മക്കളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നീതുവിൻ്റെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. പേര് റോസ്മി ജോർജ്. ഞാൻ ആലങ്ങാട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 25-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ എക്സാം ആയിരുന്നു. അതൊരു പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, എക്സാം എഴുതുന്നു. എക്സാം അത്യാവശ്യം നല്ല പാടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ തവണ ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും അത് ഓരോ തവണ നമ്മൾ ചെയ്ത ഓരോ സ്റ്റേഷനിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ മാത്രമാണ് അത് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പ് വരെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പം ആദ്യം എല്ലാവരോടും പറഞ്ഞു ഭയങ്കര പാടായിരുന്നു, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പോവാണ്. അതുവരെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കണം എന്നോ അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം, നല്ല പ്രാർത്ഥന. കാരണം എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം. പക്ഷേ കൃപാസനം എന്തുകൊണ്ട് കൃപാസനത്തിൽ വരണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഏപ്രിൽ 2023 ഏപ്രിൽ 22-ാം തീയതി എക്സാം കഴിഞ്ഞ് 24-ാം തീയതി നാട്ടിൽ വന്നു. 25-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു.
ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി സാധാരണ പോലെ അങ്ങനെ പോവുക. പത്രമൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്ത് തീർത്തു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള ആദ്യം ഇനി എന്താകും എന്നുള്ളത് ഇങ്ങനെ കൂടിക്കൂടി വരിക. കാരണം നമ്മൾ നല്ലപോലെ ഇനി ആ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഒരു ഡേറ്റ് കിട്ടിയത്. ഈ എക്സാമിന് തന്നെ ഇനിയൊരു ഏകദേശം ഒരു 4 ലക്ഷം രൂപ ചിലവാകുകയും ചെയ്യും എക്സാം ഇനി എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആദ്യം കൂടി വരുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. കുറച്ച് പത്രം വാങ്ങി തിരിച്ചു പോയി. അത് വലിയ നാണക്കേടൊന്നുമില്ലാതെ എല്ലാം കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് എനിക്ക് ഒരു നേർച്ച ഉണ്ടായി. അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശേഷവിധിയായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴാണ് എനിക്കൊരു നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്നത്. മുടി വടിക്കാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി മുടി വടിച്ചു. മൊട്ടത്തലയായി. പലരും പലതും പറഞ്ഞു. ആ കൊച്ചിന് എന്ത് പറ്റി, കൃപാസനത്തിൽ പോയ ആൾക്കാർക്ക് വട്ടാവോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്തതേ ഇല്ല. ഞാൻ എന്തോ അതൊരു നേർച്ച പോലെ ചെയ്തതാന്ന് പറഞ്ഞു. പലരും പറഞ്ഞു അതിനെന്തോ അസുഖമുണ്ട്, അതിനെന്ത് പറ്റിയെന്ന്. എന്നെ ബാക്കിലാണെന്ന് എല്ലാവരും പറയുന്നത്. നേരിട്ട് ചോദിക്കാൻ കാരണം യങ്ങാണ്, എന്താണ് പറ്റിയേ, പിന്നെ എന്തെങ്കിലും അസുഖമാണോ അല്ല ക്യാൻസർ ആണോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ച ആവാറായി. എക്സാമൊക്കെ കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 5 ആഴ്ചയായി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. രോഗികളെ കാണാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ആൾക്കാരെന്ത് വിചാരിക്കും. ഒരു തവണ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്നോട് ഫൈറ്റ് ചെയ്യുക. നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ആ പേഷ്യൻസ് അകത്തല്ലേ, പുറത്തേക്ക് പോകുന്നവർക്ക് എന്താ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ദൈവമേ ഇത്രയും ആൾക്കാർ ഇത്രയും നീഡി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ആഴ്ച ഒരു 4.5 ആഴ്ചയപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ പിന്നെയും വന്നു. 10 കെട്ട് പത്രം വാങ്ങി. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, ഹോസ്പിറ്റലിൽ അങ്ങനെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കൊണ്ടുകിടന്ന് പത്രം കൊടുത്തു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്, രണ്ടാമത് ചോദിക്കുന്നത് പോകുകയെന്ന് പറഞ്ഞല്ലോ, എന്നാ പോകുന്നേ, പോയി എന്ന് പറഞ്ഞു കേട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ പോവാത്തേ, എന്താ കിട്ടിയോ കിട്ടിയില്ലേ എന്നൊക്കെയാണ്. എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും പറയും എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. 8 ആഴ്ച കൊണ്ട് വരുന്ന റിസൾട്ട് 5-ാമത്തെ ആഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് എനിക്ക് തുറന്നു നോക്കാൻ പേടിയാണ്. തുറന്നു നോക്കി കഴിയുമ്പം എനിക്കറിയത്തില്ല എന്നാ പറയണ്ടതെന്ന്. 10-ൽ 9-ൽ ഞാൻ പാസ്സായി. 7 കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് അവിടെ എന്ന് പറഞ്ഞെങ്കിൽ യാതൊരു റൈറ്റും ഇല്ലാത്ത ആളെ കിട്ടാനായിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാം എഴുതാൻ വന്നേക്കണവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ പഠിച്ചവർ, ഓസ്ട്രേലിയയിൽ ഈ എക്സാമിന് വേണ്ടി ട്രെയിനിങ് എടുത്തവർ. അതുമാത്രമല്ല 10, 15, 20 വർഷം ഒക്കെ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എക്സാം എഴുതാൻ വന്നേക്കുന്നത്. അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു. അവരെയൊക്കെ മുമ്പിൽ വെച്ച് ദൈവം എന്നെ അങ്ങ് ഉയർത്തിപ്പിടിച്ചു. ഞാൻ വാവിട്ട് കരയുമായിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒച്ചയായിട്ട് മമ്മി പേടിച്ച് ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ഞാൻ റിസൾട്ട് അറിഞ്ഞ് മമ്മി എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല. മമ്മി ഞാൻ ചേച്ചെന്ന് പറയുക. മമ്മി കരയില്ലെന്ന്. ഹസ്ബൻഡിനെ വിളിച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട, നീ കരയില്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാസ്സായെന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരയുക. കാരണം വെച്ചാൽ അത്രയും ഓൾറെഡി ജോലി റിസൈൻ ചെയ്തിരിക്കണു, ഇതിനു വേണ്ടി തന്നെ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പുകൾ തുടങ്ങി, പ്രോസസ്സിങ്ങുകൾ. ഓരോ സ്റ്റെപ്പ് പോകുന്നതും തടസ്സങ്ങളുടെ പെരുമഴയാണ്. പക്ഷേ അവിടെയൊക്കെ തളർന്നിങ്ങനെ പോകാതെ മാതാവ് ഇങ്ങനെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. ഓരോ തടസ്സങ്ങൾ നമ്മൾ പ്രോപ്പർ ചാനലിൽ കൂടെ എടുത്ത ഡോക്യുമെൻ്റ് വരെ അവർ ഇല്ല, അതിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോൾ അവർ ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല അത് ആരാ ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് വരെ റിജക്ഷൻ പറഞ്ഞു. പക്ഷേ അത് കറക്റ്റായിട്ട് ശരിയാക്കി തരാനായിട്ട് നമുക്ക് വേണ്ടി തമ്പുരാനായിട്ട് ദൈവമായിട്ട് മാതാവായിട്ട് ഒരാൾ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പോയി സംസാരിച്ച് അത് ഇന്ന ചാനലിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത സമയത്ത് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഇല്ലായിരുന്നു. വേറെ ആക്ടിങ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ് അത് സൈൻ ചെയ്തത്. പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർക്ക് ആ സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞു. ജോലി രജിസ്ട്രേഷൻ കംപ്ലീറ്റായി. ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജോലി കിട്ടി. പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു.
ഞാൻ ഡിസംബർ 4-ാം തീയതി പോകണം, അവിടെ ജോയിൻ ചെയ്യണം. 3-ാം തീയതി അവിടെ എത്താൻ പാകത്തിന് 2-ാം തീയതി ഇവിടെ നിന്ന് പോകണം. അതിനൊരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറയുക, ഓൺ ബോർഡിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും ഒത്തിരി താമസം എടുക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമ്മളതെല്ലാം ഇവിടെ നിന്ന് ചെയ്യുക. ചെയ്ത് ഒരു TB ഗോൾഡ് ക്വാണ്ടിഫറോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് TBയുടെ സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് ആ ടെസ്റ്റ് മാത്രം പോസിറ്റീവായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ രാജ്യത്തും ചെയ്യുന്നതാണ്. ചില സ്ഥലത്ത് എക്സ്റേ ആണ്, ചില സ്ഥലത്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ക്വാണ്ടിഫറോൺ ടെസ്റ്റ് ചെയ്തു. അപ്പം അത് പോസിറ്റീവ് വന്നു. ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് പതറി, ഇനി എന്തെന്ന് അറിയത്തില്ലാതെ. അപ്പം എൻ്റെ ജീവിതപങ്കാളി എന്നോട് പറഞ്ഞു, ടെൻഷനാവല്ലേ, ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരാഴ്ച മുമ്പ് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തതുണ്ട്, ഡോക്ടറിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് TB ഇല്ല എന്നുള്ളതിൻ്റെ. 1 വർഷം മുമ്പ് നമ്മൾ ഈ സെയിം ടെസ്റ്റ് ചെയ്തതാണ് വിസിറ്റിംഗ് വിസ എടുത്തപ്പം. അതിൻ്റെ നെഗറ്റീവിൻ്റെ റിപ്പോർട്ട് ആദ്യം അത് ട്രിവാൻഡ്രം മിംസിലാണ് ആദ്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ തരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവരത് ഇഷ്യൂ ചെയ്തു തന്നു. എന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് റിപ്പീറ്റ് കൊടുത്തു. റിപ്പീറ്റ് ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് കാശുരൂപവും കൈ പിടിച്ച് മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിന് കൊടുത്തു. അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ നിന്നു. ദൈവകൃപയാൽ അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാ രോഗാണുക്കളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശ്വാസകോശം ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് കുറേ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചുപോയി. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്നത് ഡിസംബർ 2-ാം തീയതി 2023 ഡിസംബർ 2-ാം തീയതി ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക. 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ 1 മണിക്കൂർ മുമ്പ് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്ന് നെഗറ്റീവാന്ന് പറഞ്ഞുകൊണ്ട്. ഇൻ കേസ് അത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ പോക്കെ നടക്കത്തില്ലായിരുന്നു. പോയാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. കാരണം 3 months വാലിഡിറ്റി ഉള്ള 3 monthsനുള്ള ഉള്ളിലുള്ള റിപ്പോർട്ട് വേണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് പാസ്സായി. അത് ദൈവകൃപയാലും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻ്റ് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ ചെന്നാലും ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണെന്ന് ആണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല. ജോലി ഭയങ്കര കട്ടിയാണ്. പക്ഷേ നമ്മൾ ചെന്ന് പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദൈവകൃപയാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. ശരിക്കും മാതാവ് നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരാളെ അവിടെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഈവൻ ഞാൻ ചെന്നിട്ട് ആകെ മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും എൻ്റെ സെക്കൻഡ് ഇൻചാർജ്, നിനക്ക് ഈ ഡ്യൂട്ടി മതിയോ, നിനക്ക് ഈ ഡ്യൂട്ടി ഓക്കെ ആണോ? കാരണം ഞാൻ ആകെ ഒറ്റ കാര്യം അവിടെ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, എനിക്ക് രാവിലെ പള്ളിയിൽ പോകണം, അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി തരാമോ? അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. അവരെ ഡ്യൂട്ടി ഇടുമ്പോൾ എന്നോട് മെസ്സേജ് അയക്കും, നീ ഇത് നോക്കിക്കേ, ഈ ഡ്യൂട്ടി നിനക്ക് ഓക്കെയാണ്, ഈ ദിവസങ്ങളിൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റുമോ, നിനക്ക് പള്ളിയിൽ പോകാതിരിക്കാതിരിക്കാൻ നീ ഒരിക്കലും പള്ളിയിൽ മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇൻചാർജ് അങ്ങനെ ചെയ്യുമായിരുന്നു. അത്രയും ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുന്ന പോലെ മാതാവ് എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുമായിരുന്നു. അടുത്തൊരു കടമ ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു. അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ വലിയ പാടാണ്. ഓസ്ട്രേലിയൻ ലൈസൻസ് മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടായാലും ഒരു പുതിയ വണ്ടിയാണ്, നമുക്ക് സഹായിക്കാനില്ല, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നും ആരുമില്ല കൂടെ, വേറെ ബന്ധുക്കളും ആരുമില്ല നമ്മളെ സഹായിക്കാനായിട്ട്. അവിടെ വർക്ക് ചെയ്യുന്നൊരു ഒരു കൊച്ചിൻ്റെ ഹസ്ബൻഡും ആ കൊച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, 2 ദിവസം ഞാൻ ചേച്ചീനെ കൊണ്ട് ഓടിപ്പിക്കാം എന്ന് വേണ്ട. അവർ തന്നെ എന്നെ കൊണ്ട് നടന്ന് ഹോസ്പിറ്റലും, അത്യാവശ്യം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു 5 മിനിറ്റേ ഉള്ളാകെ, ആ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് ആ ലോക്കൽ റോഡിൽ കൂടെയൊക്കെ ഓടിപ്പിച്ച്. ശരിക്കും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് തന്നെ പോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു, ജോലിയൊക്കെ ഒരുമാതിരി സെറ്റിലാവുന്നു, നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ PR ആയിരുന്നു.
ഹോസ്പിറ്റലിൽ നിന്ന് നോമിനേഷൻ തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് PR കിട്ടും. അല്ലെങ്കിൽ PR കിട്ടാൻ നല്ല താമസം നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. എന്നിട്ട് സാധാരണ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത് 1 വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. എനിക്കറിയാമല്ലോ അതെങ്ങനെ. ഒരു ജൂൺ ജൂലൈ ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒരു ഏപ്രിൽ നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പിള്ളേരെയും ഞാനും എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഏപ്രിലിൽ നാട്ടിൽ വരുന്നില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ എനിക്ക് ഒക്ടോബറിൽ ഒരു ടിക്കറ്റ് എടുത്തുക, ഞാൻ അഖണ്ഡജപമാല റാലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ട് $700 ആവും. അപ്പം കുഴപ്പമില്ല, ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം തന്നെ പുള്ളി അത് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ലീവിന് അപ്ലൈ ചെയ്യുന്നത്. ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ പുള്ളി അവിടുത്തെ ഇൻചാർജ് പറഞ്ഞു, അതിനെന്താ നീ എടുത്തോന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആകെ വരുന്നത് 10 ദിവസത്തേക്കാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എൻ്റെ 10 ദിവസത്തേക്ക് എടുക്കാൻ നിനക്കെന്താ 1 മാസം എടുത്തൂടെ, 1 വർഷം ആവുമല്ലേ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 10 ദിവസത്തേക്ക് മതി, ഞാനൊരു പ്രയറിന് വേണ്ടി പോകാൻ താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഖണ്ഡജപമാല റാലിക്ക് വരാനായിട്ട് ഒരു 3 ദിവസം മുമ്പ് കണ്ട റാലിയുടെ 3 ദിവസം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. അതിനൊരു 2 ദിവസം മുമ്പ് PR-ൻ്റെ നോമിനേഷൻ പേപ്പർ അവരവിടെ നിന്ന് തരുക. ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് 1 വർഷത്തിന് മുമ്പ് PR-ൻ്റെ നോമിനേഷൻ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടുണ്ടായിരിക്കണ സംഭവം. ഡിസംബറിലാകുമ്പോൾ എനിക്ക് ഇതാവത്തുള്ളൂ, 1 വർഷം ആവത്തുള്ളായിരുന്നു. അപ്പം ഒരു നോമിനേഷൻ പേപ്പർ വന്നു. നോമിനേഷൻ പേപ്പർ വന്നാൽ അടുത്തത് മെഡിക്കൽ ചെയ്യാന്നുള്ളതാണ്. മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അധികം കാര്യം എന്താണെങ്കിൽ ഒരു തവണ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നതാണ്. ഇനി അത് ഈ പോസിറ്റീവ് PR-ൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിജക്ഷനാണ്. എനിവേ നമ്മൾ ഇവിടെ വന്നു. ഞാൻ അതും മാതാവിൻ്റെ ഒരു കൃപയാന്ന് നോക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നാട്ടില്ല, ഹസ്ബൻഡ് കുവൈറ്റില്ല. ഹസ്ബൻഡ് കുവൈറ്റിൽ നിന്ന് വന്നു, കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ വന്ന് അഖണ്ഡജപമാല റാലി ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലേക്ക് പോവാം മെഡിക്കൽ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നേരത്തെ കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ രണ്ടാമതും പിന്നെയും വരേണ്ടി വന്നാനേ, അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും പിന്നെയും വരേണ്ടി വന്നാനേ. കാരണം കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ വേണം. അങ്ങനെ മെഡിക്കൽ ചെയ്തു. ഞാൻ തിരിച്ചു പോയി 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ PR ഗ്രാൻഡായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മിറാക്കിൾ തന്നെയാണ്. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തന്നെ അത് സംഭവിച്ചു. ഒരു കാരണവശാലും അല്ലാതെ അങ്ങനെ കിട്ടത്തില്ല. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആൾക്ക് വരെ പിന്നെയും ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ച് 1.5 മാസം കഴിഞ്ഞിട്ട് അവർക്ക് PR കിട്ടി. അങ്ങനെ അതും ശരിയായി. പിന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു. ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ഫാമിലി വരുന്നതിനപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പം നമ്മൾ നോക്കി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് നമ്മൾ 1 മാസം വാടക കൊടുക്കണതിനേക്കാളും നല്ലത് നമ്മൾ ഹോം ലോൺ അടയ്ക്കേണ്ടതാണ്. കാരണം ആ ഒരു എമൗണ്ട് ആവും നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു വീട് നോക്കുമ്പോൾ. അങ്ങനെ നോക്കി നടന്ന് ഒരു 3 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനൊത്തു. അത് വീടെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രത്യേകത അതിൻ്റെ നമ്പർ 7 ആ വീടിൻ്റെ നമ്പർ. അത് മാതാവിൻ്റെ ആ വീടിൻ്റെ നമ്പർ കണ്ടപ്പോൾ പോലെ എൻ്റെ ഉള്ളിലുള്ളത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ്. മാതാവ് ഇത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ വീടിൻ്റെ സൈഡിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ടാണ് പോയത്. ആദ്യം വിലയൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. ഒറ്റ ആളുടെ ഇൻകമുള്ള നമുക്ക് ഇത്രയ്ക്ക് ലോൺ കിട്ടത്തുള്ളൂ. പക്ഷേ ആ അവസാന നിമിഷമായപ്പോഴത്തേനും നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അവർ ഒക്കെയും ചെയ്തു. എല്ലാം റെഡിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ എൻ്റെ കുടുംബം വരുന്നതിനിപ്പം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായി. ഇപ്പം എൻ്റെ കുടുംബം ഓസ്ട്രേലിയയിലുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ജപമാല റാലി പങ്കെടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നേക്കുക. ഞങ്ങൾ വ്യാഴാഴ്ച വന്ന് ചൊവ്വാഴ്ച നാളെ തിരിച്ചു പോകും. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാതെ അതുപോലെ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ 45:2 പറയണ പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മുൻപേ കണ്ട് ഇതിന് നിനക്ക് വരാനുണ്ട്, ഇതിന് നിനക്ക് വേണം എന്നുള്ള രീതിയിൽ എല്ലാം മുൻപേ റെഡിയായി എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കില്ല. അതുപോലെ നന്ദിയാണ് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
കാരുണ്യപ്രവർത്തികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. ഇവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് പത്രം വാങ്ങിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇതെന്താണെന്ന് ചോദിക്കുമായിരുന്നു അന്നേരം അവിടെയുള്ളവർ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ മരിയൻ കമണൻ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഇങ്ങനെ രോഗികളെ കാണാൻ പോവുകയും ഓർഫനേജിൽ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കിഡ്നി പേഷ്യൻസിനും ഡയാലിസിസിനും ഒക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അതിനേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും മാതാവിൻ്റെ പ്രത്യേകതയുണ്ട്. ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. എവിടെയെങ്കിലും ഒരു പള്ളിയിൽ എങ്ങനെയെങ്കിലും ഓടി എത്തും കുർബാന മുടക്കാതെ. കുമ്പസാര മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ സുവിശേഷം വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായി. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കൂടെയും സാധിക്കുന്ന സമയത്തൊക്കെ ചൊവ്വാഴ്ചകളിൽ തന്നെ കൂടും, അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എങ്ങനെയെങ്കിലും ആ ധ്യാനം കൂടും. കാരണം ഡ്യൂട്ടിയുടെ സമയം അനുസരിച്ച് അന്ന് ചിലപ്പോൾ കൂടാൻ പറ്റിയെങ്കിലും വേറെ ആ ആഴ്ചയിൽ തന്നെ ആ ധ്യാനം കൂടുകയും അത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അത് ഷെയർ ചെയ്യുകയും അതുപോലെ ഒത്തിരി പേര് എന്നെ വിശ്വാസത്തിൽ വളർത്താനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ടോ ആ കൊച്ചിനെ കണ്ടോ നമ്മളോട് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അറിയില്ല എന്താ അവർക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ടും ആത്മീയമായിട്ട് വളരാനായിട്ടും ഒത്തിരി വ്യത്യാസം വന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. റോസ്മി ഫ്രം ഓസ്ട്രേലിയ. റോസ്മിക്ക് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് ഇവിടെ പരിശുദ്ധമായ അൾത്താരിൽ കയറി നിന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഏറ്റുപറയാനുള്ളത്. റോസ്മി ആദ്യം മുതൽ തന്നെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ താൻ നിലമൊരുക്കിയാണ് ഈ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് തന്നെ. പലരും പലതരത്തിൽ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കേട്ടെങ്കിലും റോസ്മി ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ ഈ ഭവനം, ഉടമ്പടി എന്ന ഈ ഭവനം പണിതുയർത്തിയത് പാറമേലാണ്. വചനമാകുന്ന ശക്തമായ ഒരു പാറമേലാണ് ഈ റോസ്മി ഈ ഭവനം, ഉടമ്പടി എന്ന വലിയ ആ സ്വർഗം പണിതുയർത്തിയെന്നാണ് ഈ റോസ്മി ഏറ്റു പറയുന്നത്. ആദ്യം തന്നെ ഇവിടെ നിന്ന് 10 കെട്ട് പത്രം മേടിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈശോയുടെ ആ സുവിശേഷ വേല ചെയ്തു തുടങ്ങിയായിരുന്നു. അതിനുശേഷം തൻ്റെ ആ ഒരു നേർച്ചയായിരുന്നു, എനിക്ക് എൻ്റെ മുടി മൊട്ടയടിച്ച് ക്യാൻസർ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി എൻ്റെ മുടി സമർപ്പിക്കണം. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഗ്രൗണ്ട് ലെവൽ തുടങ്ങി ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനത്തോടു കൂടി, കാരുണ്യ പ്രവൃത്തിയോടുകൂടിയാണ് റോസ്മി ഈ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് തന്നെ. മറ്റു പലരും ഈ മകളെ കളിയാക്കി, നീ ഇത്ര ചെറുപ്പമാണല്ലോ, നിനക്ക് വട്ട് തുടങ്ങിയോ, അങ്ങനെ എന്തെല്ലാം പറഞ്ഞാലും മഗ്ദലന മറിയം വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ചതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ സ്നേഹം, എൻ്റെ ഈശോയുമായുള്ള സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നത്. അതിന് അവൾക്ക് സമ്മാനമായി കിട്ടിയത് ഈശോയുടെ തിരുമുഖം തന്നെ അവളുടെ തുവാലയിൽ അവൾക്ക് ലഭിക്കുകയുണ്ടായി. ഇവിടെ റോസ്മി OET എക്സാം എഴുതുന്നത് മുതൽ ഒരു ഓസ്ട്രേലിയയിൽ PR കൂടി ഒരു വീട് വാങ്ങുന്നത് വരെ ഒരു ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നടന്നിട്ടുള്ള ഒരു വലിയ മനോഹരമായ സാക്ഷ്യമാണിത്.
റോസ്മിക്ക് നമ്മോട് പറയാനുള്ളത്. ഉടമ്പടിയെടുത്ത് ജീവിക്കുകയാണെങ്കിൽ, നാം ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ, നമ്മെപ്പോലും അതിശയിപ്പിക്കുന്ന മകൾ പറയുകയുണ്ടായി, എനിക്ക് കാർ ഡ്രൈവിംഗ് പഠിക്കണമായിരുന്നു. എനിക്ക് അറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള 1-2 വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഓഫർ തരികയായിരുന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകളെ എല്ലാം പഠിപ്പിച്ചെടുത്തതും. ഏതെല്ലാം പ്രതിസന്ധികൾ, അസുഖങ്ങളുണ്ടായാലും ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, ഈ മകൾക്കൊരു ചെസ്റ്റ് കഞ്ചക്ഷൻ ഉണ്ടായപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് നെഗറ്റീവ് ആവുന്ന അവസരത്തിൽ ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ പ്രാപിച്ച് തിരിച്ചു പോയപ്പോൾ റിപ്പോർട്ട് നെഗറ്റീവ് ആകുന്നു. ഇങ്ങനെ എവിടെയെല്ലാം ഈ മകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് സാധ്യത വേണം അവിടെയെല്ലാം ഈ മകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും എവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെയെല്ലാം പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജീവിതഭാരങ്ങളെല്ലാം ഒന്നൊന്നായി വളരെ ചെറുതാവുകയും അതുപോലെ തന്നെ തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളെയും പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എല്ലാ ജീവിതഭാരങ്ങളും കുറച്ച് ഒരു വലിയ ജീവിതാവസ്ഥയിലേക്ക് ഈ മകളെ ഇന്ന് കുടുംബത്തോടുകൂടി ഓസ്ട്രേലിയയിലേക്ക് എത്തുവാനായിട്ട് സഹായിച്ചു എന്നാണ് ഈ മകളെ ഏറ്റുപറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അഖണ്ഡ ജപമാലയിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ മകൾ ഇപ്പോൾ ഏറ്റുപറയുന്നത്. വീണ്ടും പ്രതിനന്ദിയായി ഈ മകൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഉടമ്പടി എന്ന് വെച്ചാൽ ഉടൻ പരിഹാരം എന്നതിനേക്കാൾ തനിക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നു, ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു, പരിശുദ്ധ അമ്മ എന്നോട് കൂടി സഞ്ചരിക്കുന്നു എന്നുള്ളൊരു മഹത്തായ ജീവിതാനുഭവം. ഇതൊരു ഫോർടേസ്റ്റ്, ഒരു മുന്നാസ്വാദനമാണ്. സ്വർഗം എന്നത് ഭൂമിയിൽ തന്നെ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നാസ്വാദനത്തിൻ്റെ അനുഭവമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം. നമുക്ക് റോസ്മിയുടെ ഒരു മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.